അത് തൃച്ചംബരത്ത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സമ്പാദ്യമല്ലേ കല്യാണി? നീ ബ്രാൻഡ് അംബാസിഡർ ആയതിന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിനക്ക് തന്ന പ്രതിഫലം. ഇപ്പോഴും നീ തന്നെയാ ആ പ്രോഡക്റ്റിന്റെ അംബാസിഡർ. ആ പണം എന്റെ സംരംഭത്തിന് ഉപയോഗിക്കാൻ ഈ ആനന്ദ് കൃഷ്ണനില്ല. വല്യുഞ്ഞ്, ഇതെന്റെ സമ്പാദ്യമാണ്. പിറന്നാളിനും വിഷുവിനും ഓണത്തിനുമൊക്കെ എല്ലാരും തരുന്ന കൈനീട്ടോ സമ്മാനമോ. അനിയൂട്ടാ, എന്താ ഇത്? നിന്റെ ഈ മനസ്സിന് ഞാൻ എന്താടാ തരേണ്ടത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ശ്രീനിവാസ് ഇരിക്കൂ. താങ്ക് യു. എന്താ സർ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? കല്യാണിയുടെ പേരിലുള്ള പേറ്റന്റിനെതിരെ കമ്പനി കോടതി നോട്ടീസ് അയച്ചോ? എന്താടോ മറുപടി ഇല്ലേ? ആരോ പറഞ്ഞതാണ് ചെയ്തത്? എടോ താൻ ചോദിച്ചു കേട്ടില്ലേ? ആര് പറഞ്ഞ താനാ ചെയ്തെന്ന്? കമ്പനി ലീഗൽ അഡ്വൈസർ കൊണ്ട് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചത് ഞാൻ തന്നെയാണ്. ആര് പറഞ്ഞിട്ടാ? നിങ്ങൾക്കാരാ അതിന് അധികാരം തന്നത്? സോറി മാഡം, സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു പ്രോഡക്റ്റിന് മറ്റൊരു കമ്പനിയുടെ സമാന പ്രോഡക്റ്റിന്റെ വരവ് നഷ്ടമുണ്ടാക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ലീഗൽ അഡ്വൈസറുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് മാഡം. ലീഗൽ അഡ്വൈസർ മാഡത്തെ ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി, കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ഇന്ന് കോടതി അവധിയായതിനാൽ ഇന്നലെ തന്നെ അടിയന്തരമായി സ്റ്റേ ഓർഡർ വാങ്ങിക്കേണ്ടി വന്നു. ഇതാണ് മാഡം അതിന്റെ കോപ്പി. ഒരു മാനേജർ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നാളെ തന്നെ സ്റ്റേ ഓർഡർ പിൻവലിക്കാനുള്ള നടപടികൾ ചെയ്യാം മാഡം. അതെ, താൻ കമ്പനിയിലെ വേറൊരു ജോലിക്കാരനാ, അല്ലാതെ കമ്പനി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവര് പറയുന്നത് താൻ കേട്ടാ മാത്രം മതി. അല്ലാതെ മേലെ ഇത്ര ഓവർ സ്മാർട്ട്നെസ് കാണിച്ച് തന്നെ എടുത്ത് വെളിയിലാക്കും ഞാൻ. സോറി സർ. സോറി മാഡം. നാളെ തന്നെ കേസ് പിൻവലിച്ചേക്കാം. നോ.
ഇതെന്താ പ്രിയങ്കെ, മരുന്ന് ബോട്ടിൽ പോലെ ഉണ്ടല്ലോ. മരുന്ന് തന്നെയാ, പക്ഷേ ജീവൻ നിലനിർത്താനുള്ളതല്ല, ജീവൻ എടുക്കാനുള്ള മരുന്ന്. ഇത് ആ അഖിലാണ്ടേശ്വരിക്ക് ആന്റി വേണം കൊടുക്കാൻ. അതൊന്നും എനിക്ക് പറ്റില്ല. ദേ, ഈ മരുന്നെങ്ങാനും ഞാൻ കലക്കി കൊടുത്ത അഖിലാണ്ടേശ്വരി പെട്ടെന്ന് അങ്ങ് ചത്തുപോയാലേ പിന്നെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോവും. വേണ്ട വേണ്ട, അത്ര വലിയ മണ്ടത്തരമൊന്നും കാണിക്കാൻ ഞാനില്ല. പേടിക്കണ്ട ആന്റി, ദേ ഇതങ്ങനെ ഉള്ളിലോട്ട് ചെന്നാൽ ഉടനെ ചാവുന്ന മരുന്നല്ല. പതിയെ പതിയെ ഉള്ളിലോട്ട് ചെന്ന് ജീവൻ എടുക്കുന്ന മരുന്ന്. സ്ലോ പോയിസൺ. സ്ലോ പോയിസണോ? അതെ ആന്റി. ഈ മെഡിസിൻ അഖിലാണ്ടേശ്വരി മുടങ്ങാതെ കഴിക്കാറുള്ള ടോണിക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അഖിലാണ്ടേശ്വരി ടോണിക് ആണെന്ന് കരുതി സന്തോഷത്തോടെ കഴിച്ചോളൂ. 10 ദിവസം ഇത് തുടർച്ചയായി കഴിച്ച ആന്തരിക അവയവങ്ങളൊക്കെ പതിയെ പതിയെ കേടായിക്കോളും. അപ്പൊ അതോടെ തീരുവല്ലേ? ഇല്ല, ആള് ചാവില്ല. അഖിലാണ്ടേശ്വരി അങ്ങനെ പെട്ടെന്ന് ചാവാൻ പാടില്ല. ജീവച്ഛവം പോലെ ഒന്നനങ്ങാൻ പോലും വയ്യാതെ വെട്ടിക്കിടന്ന് നരകിക്കണം. ആ, അത് കൊള്ളാം. ജീവച്ഛവം പോലെ നരകിച്ച് കിടക്കണം. ഒന്ന് മൂളാൻ പോലും കഴിയാതെ അഖില അങ്ങനെ കിടക്കുമ്പോ തൃച്ചംബരത്തെ വിലാസിനിയായി എനിക്ക് മുന്നിൽ ചെന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അതെ ആന്റി, ആ സ്വപ്നം നിറവേറ്റാനാ ഇത്. ദാ, ഇത് വാങ്ങിക്കേ. എന്താ ആന്റി, ഓക്കെ അല്ലേ? ഓക്കെ. നീ എന്നെ നാഗരികാവിന്റെ മുന്നിലേക്ക് ഇറക്കിയേക്ക്. അവിടെ ഡ്രൈവർ കാത്തു കിടക്ക. ശരി ആന്റി, വാ. കാരണം എന്റെ പേറ്റന്റ് ഇപ്പൊ സ്റ്റേ ചെയ്തിരിക്കുക. അതൊക്കെ അറിഞ്ഞു ആനന്ദ്. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ ഈ പ്രൊജക്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ദാ, സൈൻ ചെയ്യും. ഈ ഒരു പ്രൊജക്ട് മാത്രമല്ല, നിങ്ങളുടെ മറ്റു പ്രൊജക്ടുകളിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ആനന്ദിന്റെ കയ്യിൽ മറ്റു പ്രോജക്റ്റുകൾ വല്ലതുണ്ടോ? ആദ്യം ഈ ഒരു പ്രോജക്ട് സക്സസ്ഫുൾ ആവട്ടെ സർ, അതിനുശേഷം മറ്റു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കാം. മിസ്റ്റർ ആനന്ദ്, എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല സർ. ആനന്ദ്, കോഫി കുടിക്കൂ. കുടിക്കാം സർ. എല്ലാ കമ്പനികളുടെയും ഷെയറുകൾ വാസ്തവത്തിൽ സ്റ്റഡിയല്ല. എന്നാൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയറുകൾ വളരെ സ്റ്റഡിയാണ്. ലുക്ക് മിസ്റ്റർ ആനന്ദ്, നമ്മുടെ ഈ പ്രോജക്റ്റുകൾക്ക് മേൽ ഒരു കമ്പനികളും വളരാൻ പാടില്ല. നമ്മളായിരിക്കണം ഏറ്റവും മുൻപന്തിയിൽ. എന്താ മിസ്റ്റർ ആനന്ദ്, എഗ്രിമെന്റ് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് എഗ്രിമെന്റ്. ഇല്ല സർ, പറഞ്ഞ വ്യവസ്ഥകളെല്ലാം കറക്റ്റാ. പക്ഷേ സൈൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളൊന്നും ആലോചിക്കണമല്ലോ. തെറ്റുപറ്റരുതല്ലോ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ നല്ല സമയം നോക്കി സൈൻ ചെയ്യണം എന്ന് കരുതി പറഞ്ഞതാണ്. അതുകൊണ്ട് ആദ്യം സൈൻ ചെയ്യൂ, അതിനുശേഷം വായിക്കൂ. നോ സർ, ഞാൻ ഏത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതെ സൈൻ ചെയ്യാറില്ല. വെരി ഗുഡ്, അത് വളരെ നല്ല പോളിസിയാണ്. എന്നെ വിശ്വസിച്ച് സാറ് ഏൽപ്പിക്കുന്ന പ്രോജക്റ്റ്, അതിലൊരു കാരണവശാലും ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. ദാറ്റ്സ് കറക്റ്റ്. സർ, എന്താണ് സർ ഇത്? എന്താ വൈകുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വേഷമൊക്കെ ഒന്ന് മാറ്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഏയ്, ചായ ഇപ്പൊ വേണ്ട കല്യാണി, നീ ഇവിടെ ഇരിക്കാം. എന്താ എന്താ വല്യഞ്ഞിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? പോയ കാര്യം എന്തായി? അത് ശരിയാവില്ല കല്യാണി. എന്തു പറ്റി വല്യുഞ്ഞെ? പ്രൊജക്ട് ഇഷ്ടമായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ?
അവരുടെ ഡിമാൻഡുകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല. അമ്മയും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് അവരും അറിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് കാട്ടുതീ പോലെ പടരുമല്ലോ. അമ്മയ്ക്ക് എന്നോടുള്ള തർക്കം മുതലെടുത്ത് എന്നെ കരുവാക്കി ബിസിനസ് വളർത്താനായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് എന്റെ അമ്മയുടെ ബിസിനസ് സാമ്രാജ്യം എന്നെ കൊണ്ട് ഇല്ലാതാക്കണമെന്ന്. എങ്ങനെയുണ്ട് ഓരോരുത്തരുടെ ബുദ്ധി? അയാള് പറയ ഇപ്പൊ നമ്പർ 1 ആയി നിൽക്കുന്ന കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കാവുന്നൊരു കണ്ടീഷൻ. അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഏതൊരു ബിസിനസ്സുകാരന്റെയും ആഗ്രഹം മാത്രം. ആനന്ദ്, അതൊന്നും അത്ര ഗൗരവത്തിലെടുക്കണ്ട. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് സൈൻ ചെയ്യൂ. സർ, ബിസിനസ്സിൽ നമ്പർ 1 കമ്പനി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സർ. അതായത് എന്റെ അമ്മയുടെ കമ്പനി. ആ കമ്പനിയെ 6 മാസത്തിനകം പിന്നിലാക്കി ഞാൻ ജയിച്ചു കയറണമെന്നാണോ കണ്ടീഷൻ? അത് മിസ്റ്റർ ആനന്ദ്, ആനന്ദ് ഒരു ബിസിനസ്സുകാരനല്ലേ? ഏതൊരു ബിസിനസ്സുകാരന്റെയും ലക്ഷ്യം വിജയമാണല്ലോ. ഞാൻ എന്റെ അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുമെന്ന ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. 6 മാസം കൊണ്ട് അവരുടെ കമ്പനി ഞാൻ 1-ാം സ്ഥാനത്ത് എത്തിക്കണമെന്ന്. അതായത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഞാൻ 2-ാം സ്ഥാനത്താക്കണമെന്ന്. നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്റെ പ്രോജക്റ്റിന് ഇൻവെസ്റ്ററെ കിട്ടാൻ വേണ്ടി എന്റെ അമ്മയുടെ കമ്പനിയെ ഞാൻ തകർക്കണോ? എന്താ, ഞാൻ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചാല് നിനക്ക് വല്ല വിഷമമുണ്ടോ? എനിക്കൊരു വിഷമേ ഉള്ളൂ. ഞാൻ കാരണം ഈ മകൻ അമ്മയെ വിട്ടിറങ്ങി വന്നതിലുള്ള വിഷമം. ഇൻവെസ്റ്റർ വേറെ വരും, എനിക്കൊരു വിഷമവും ഇല്ല. അത് നമ്മുടെ അമ്മയെ തോപ്പിച്ചിട്ട് വേണ്ട. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നാലും കാലങ്ങളോളം കാണാതിരുന്നാലും ഈ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം ഓരോ പടി എന്നും കൂടുകയുള്ളൂ. ഇങ്ങനൊരു അമ്മക്കുഞ്ഞ്. അമ്മക്കിളിയുടെ താരാട്ടി കേട്ട് വളർന്ന ഞാൻ ഒരു പഞ്ചവർണ്ണ കിളിയുടെ കൂട്ടിലകപ്പെട്ടില്ലേ? അതെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി കൂടിയുണ്ട്. അമ്മക്കുഞ്ഞ് അപ്പോഴേക്കും പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഇത് തന്നെ പറ്റിയ സമയം. ചേച്ചി, ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ എന്തൊരു തിരക്കാ. പകർച്ചവ്യാധി കൂടി ആയതോടെ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ ഒരു ഉത്സവത്തിനുള്ള ആൾക്കൂട്ടാ. എത്ര നേരം ക്യൂ നിന്നിട്ടാ ഇതൊന്ന് കിട്ടിയെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ സ്റ്റോറിൽ വിളിച്ചു പറയാന്ന്. അവരിങ്ങ കൊണ്ടെത്തിക്കുവായിരുന്നല്ലോ. വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ ചേച്ചിയുടെ ഒരു കാര്യത്തിന് പോകുമ്പോ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ചേച്ചി, ഇത് തുറക്കാൻ വയ്യ. ഒരു കത്തിയോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ. ആ ഫ്രൂട്ട്സിന്റെ ബൗളിലുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി ആന്റി, ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നത് അബദ്ധം. അതാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഇനിയുള്ള അഖിലയുടെ ഓരോ നിമിഷവും ആന്റി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും എന്തെങ്കിലും ഉണ്ടായാ എന്നെ വിളിച്ച് കാണണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉടനെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ശരി പ്രിയങ്കേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി, ടേക്ക് കെയർ.
ആനന്ദ് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ. മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നന്ദനയുടെ ഫോൺ വന്നത്. കാര്യം ഉണ്ടായിട്ട് തന്നെ വിളിച്ചു വരുത്തിയത്. എന്ത് കാര്യം? ദേ, ഇനി നിങ്ങൾ കൂടി എന്നോട് സംസാരിക്കാൻ വന്ന് അഖില മാഡത്തിന്റെ ദേഷ്യത്തിന് കാരണക്കാരാവണ്ട. അതിന് വെറുതെ സംസാരിക്കാൻ വന്നതല്ലല്ലോ ഞങ്ങള്. ന്യായമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി തന്നെ വിളിച്ചു വരുത്തിയത്. അതെ കല്യാണി, അരവിന്ദ് പറഞ്ഞതുപോലെ ന്യായമായ ഒരു കാര്യം പറയാൻ തന്നെയാ ഞാൻ പറയുന്നത്. ചർച്ചയിലാണല്ലോ. എന്തായിരിക്കും? വിലാസിന് എന്നോട് പറയാം. ആ ഹെർബൽ പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് കല്യാണിന്റെ പേരില. അത് ബ്രോ കല്യാണിന്റെ പേരിലാക്കി ഡോക്യുമെന്റ് തന്നതിന് ഞാൻ സാക്ഷിയാ. എന്നിട്ട് ബ്രോയെ കമ്പനിയിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ഈ പേറ്റന്റ് വെച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്ററെ കണ്ടെത്തിയപ്പോ അത് കോടതി വഴി തടസ്സപ്പെടുത്താന്ന് പറഞ്ഞ അമ്മയെന്നല്ല സാക്ഷാൽ സർവേശ്വരം വന്ന് ചെയ്താലും തെറ്റ് തന്നെ. നീ കാണിക്കുന്നേ അങ്ങോട്ട് നോക്ക്. അവിടെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. മിക്കവാറും അത് ആന്റിക്കെതിരെ ആവാനാണ് സാധ്യത. അതെ കല്യാണി, അരവിന്ദ് പറഞ്ഞത് ശരിയാ. പേറ്റന്റിനെതിരെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊടുത്ത് സ്റ്റേ നീക്കാൻ നമ്മൾ കോടതി പോവും. അയ്യോ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട നീ കുഞ്ഞെ. അഖില മേഡത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടണ്ട. കല്യാണി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തോൽപ്പിക്കാനല്ല, എന്റെ ബ്രോ തോൽക്കാതിരിക്കാനാ. കഴുത്തിൽ താലി കിട്ടിയവൻ തോറ്റ് തല കുനിച്ചു നിൽക്കുന്നത് കാണാൻ അന്തസ്സുള്ള ഒരു പെണ്ണും തയ്യാറാവില്ല കല്യാണി. എന്താ ആനന്ദ അടുക്കളക്കാരി ഉപേക്ഷിച്ച് തൃച്ചംബരത്തേക്ക് വന്നോ? ഇവൾ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നേ? ആകെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അത് വിട ആന്റി. ആന്റി എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? കാര്യമുണ്ട് പ്രിയങ്ക. ഇന്ന് അരവിന്ദും നന്ദനയും കൂടി ആ അടുക്കളക്കാരിയുമായി സംസാരിക്കുന്നത് കണ്ടു. സംസാരിക്കട്ടെ, അതിനെന്താ പ്രശ്നം? അതല്ല പ്രിയങ്ക,
കല്യാണിയുടെ സൈൻ വാങ്ങണമെങ്കിൽ അതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോ കമ്പനി പകത്ത് നൽകണമെന്നായിരിക്കോ എന്നാ എന്റെ സംശയം. ആനന്ദന്റെ കമ്പനിയിൽ കല്യാണിക്ക് എന്താ അവകാശം? അങ്ങനെ സംശയിക്കുന്നതേ മണ്ടത്തരോ. എന്താ ആന്റി, ഗംഗ പറഞ്ഞതാ ശരി. തൃച്ചംബരത്തെ ഒരു നാണയത്തൊട്ട് പോലും വേണ്ടെന്ന് പറഞ്ഞ് ATM കാർഡ് വരെ വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ ആനന്ദ്. അങ്ങനെയുള്ളപ്പോ അതിനൊരു സാധ്യതയില്ല. ഇത് മറ്റൊന്നുമല്ല, ആന്റിയെ ബഫൂൺ ആക്കാൻ വേണ്ടി ആ അരവിന്ദും നന്ദനയും കൂടെ ചെയ്ത പണിയായിരിക്കും. ഞങ്ങളെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി ആന്റി ബഫൂണായെന്ന്. പ്രിയങ്കേ, തൃച്ചംബരത്ത് ഇപ്പൊ കോമാളി വേഷം കെട്ടാത്ത ഒരാളേയുള്ളൂ, അതേ വിലാസിനിയ. അറിയാം ആന്റി, നന്നായിട്ട് അറിയാം. ആന്റിയെ ഞങ്ങൾ കെട്ടിയടിക്കാൻ പോകുന്നതേ വെറും ബഫൂണിന്റെ വേഷമല്ല, റാണിയുടെ വേഷമാ. തൃച്ചംബരത്തെ മഹാറാണിയുടെ വേഷം. അതിനുള്ള എളുപ്പമാർഗത്തിലൂടെയല്ലേ ആന്റി ഇപ്പൊ സഞ്ചരിക്കുന്നേ. സ്ലോ പോയിസൺ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് ഞാൻ അഖിലാണ്ടേശ്വരിക്കുള്ള ടോണിക് വിറ്റമിൻ. ഗുഡ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത് പറയാനാ ഞാൻ വിളിച്ചത്. തൃച്ചംബരത്ത് ചെന്നിട്ട് പണി ഒരുപാടുണ്ട്. വരട്ടെ എന്നാ. ശരി ആന്റി. ഗംഗ, വിലാസിനി വെറുമൊരു ബഫൂണല്ല, കൂർമ്മ ബുദ്ധിക്കാരിയാണ്. കല്യാണിയുടെ സൈൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും.